ഹലോ, ചിഞ്ചസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നലത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീട്ടിൽ കള്ളൻ കയറി എന്ന് പറഞ്ഞ് നിലവിളിച്ച് കരയുന്ന രമ്യയാണല്ലോ. തുടർന്ന് അവിടേക്ക് സുധാകരനും വീട്ടുകാരും എല്ലാവരും എത്തുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് നാട്ടുകാരും എത്തി പോലീസിനെ വിളിക്കുകയാണ്. വിളിച്ച് കുറച്ച് കഴിഞ്ഞതും പോലീസ് അവിടേക്ക് എത്തുന്നുണ്ട്. പോലീസ് വന്നതും രമ്യയോട് നടന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. എല്ലാം അതുപോലെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് രമ്യ. അങ്ങനെ പോലീസ് പോയി വാതിൽ തുറക്കാണ്. തുറന്നതും കണ്ടത് വിക്രമിനെയാണ്. വിക്രമിനെ കൂട്ടി പുറത്തേക്ക് വന്നതും പുറത്തു നിന്ന് എല്ലാവരും അന്താളിച്ച് നിൽക്കുകയാണ് വിക്രമിനെ കണ്ടിട്ട്. വിക്രമിനെ കണ്ടത് രമ്യ പറയാണ്, പുറമെ കാണുന്നത് പോലെ അല്ലല്ലോ നിങ്ങളെന്നും, നിങ്ങളുടെ അടുത്തു നിന്നും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്നും. ഇത് കേട്ട വിക്രം പറയുന്നുണ്ട്, നടന്ന കാര്യം തനിക്കൊന്ന് പറയാൻ ഒരു അവസരം തരണമെന്ന്. എന്നാൽ പോലീസ് അതിനൊന്നും സമ്മതിക്കാതെ അവിടെ നിന്നും പിടിച്ചുകൊണ്ട് പോവുകയാണ് വിക്രമിനെ. അത് കണ്ട് നെഞ്ചു പൊട്ടി കരയാണ് കമല. പിന്നീട് കാണിക്കുന്നത് നിരാശയോടെ നിൽക്കുന്ന വിക്രമിന്റെ വീട്ടുകാരെയാണ്. പിന്നീട് കാണിക്കുന്നത് പത്മത്തിന്റെ അടുത്തേക്ക് എത്തുന്ന ശ്രീകാന്തിനെയും. പത്മം ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട്, നീ വിക്രമിനെതിരെ ഓരോ പ്രവൃത്തി ചെയ്യുന്നതായി അച്ഛൻ അറിയുന്നുണ്ട് എന്നും അതൊന്നും ഇനി വേണ്ട എന്നും. അപ്പോഴാണ് ശ്രീകാന്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നത്. അത് വിക്രമിനെ പോലീസ് പിടിച്ചു എന്ന വിവരമായിരുന്നു. അത് കേട്ടതും ശ്രീകാന്ത് ഈ കാര്യം പത്മത്തോട് പറയുന്നുണ്ട്. ഇത് കേട്ട് പത്മം ഞെട്ടിത്തെറിച്ച് നിൽക്കുന്നതാണ് പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇതോടുകൂടി പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.